MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്ലാങ്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സേവ് ചെയ്യാത്ത നമ്പറിലേക്കും നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ പല രീതിയിലുള്ള ഓപ്ഷൻസുകൾ വരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെർമിഷനുകളൊക്കെ അലോ ചെയ്യാൻ വേണ്ടി പറയും. അതൊക്കെ തന്നെ നിങ്ങളൊന്ന് അലോ ചെയ്ത് നൽകുക. വാട്സ് ബോക്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നെയിം. ഇത് ആദ്യമായി ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ പവർഫുൾ ടൂൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ആഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ കാണാം ഓപ്പൺ ചാറ്റ് എന്ന്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു കോൺടാക്റ്റും നമ്പർ സേവ് ചെയ്യാതെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. ഈ ഒരു നമ്പറിലേക്ക് എനിക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചാറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റായി വാട്സപ്പിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച നമ്പറാണ്. നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ബ്ലാങ്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ. ഈ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എത്ര ക്യാരക്ടറാണ് ബ്ലാങ്കായി സെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾക്കിപ്പോൾ 100 200 എത്ര വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായി വാട്സപ്പിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരെ നിങ്ങൾ സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ബ്ലാങ്ക് മെസ്സേജ് സെൻഡ് ആവുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് മെസ്സേജ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു 4 5 പേർക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയും സെൻഡ് മെസ്സേജ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ സെൻഡ് ചെയ്യേണ്ടത് അവർ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം സാധാരണ ഒരു മെസ്സേജ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഫോർവേഡ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഫോർവേഡ് മെസ്സേജ് അല്ലാതെ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റുകളെല്ലാം തന്നെ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം വരുന്നതാണ് ഡിലീറ്റഡ് മെസ്സേജ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ച് അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് അത് റിക്കവർ ചെയ്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് സ്റ്റാറ്റസ് സേവർ. നിങ്ങൾക്ക് വരുന്ന സ്റ്റാറ്റസ് എല്ലാം തന്നെ വീഡിയോസ് ആയിക്കോട്ടെ ഫോട്ടോസ് ആയിക്കോട്ടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസായി വെക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനോ സാധിക്കുന്നതാണ്. അതിനുശേഷം ക്വിക്ക് റീപ്ലേ. നിങ്ങൾക്ക് പല രീതിയിലുള്ള റീപ്ലേകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ കോപ്പി ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി വാട്സപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റീപ്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അതിനുശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ഏതൊരു ടെക്സ്റ്റും നിങ്ങൾക്ക് പല രീതിയിലേക്ക് ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം പല രീതിയിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് റിപ്പീറ്റർ. അതായത് നിങ്ങൾക്കൊരു 10 തവണയോ 100 തവണയോ ഒക്കെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ എന്ത് മെസ്സേജ് ആയിക്കോട്ടെ അതിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നമ്പർ എത്ര ടൈം വേണം, അതായത് 100 1000 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ 10 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഹായ് 10 തവണ വന്നത്. അതേപോലെ തന്നെ നീഡ് ന്യൂ ലൈൻ എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലൈനിൽ തന്നെ നിങ്ങൾക്ക് ഹായ് എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്തത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്നും സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതേ ഒരു ഹായ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് 100 തവണ 1000 തവണ വരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലീനർ എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വന്ന ഓഡിയോ പിക്ചേഴ്സ് വീഡിയോ വോയിസ് എല്ലാം തന്നെ ഒറ്റ ക്ലിക്കിൽ മുഴുവനായും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാണോ ക്ലിയർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓഡിയോ ആണെങ്കിൽ ഓഡിയോ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്ലീൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എല്ലാവിധ വാട്സപ്പ് ഓഡിയോകളും ഇവിടെ നിന്നും ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.